ഇത് അഖ്ബ ഫ്ലാഗ് പോൾ. ജോർദാനിലെ അഖ്ബ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന അറബ് റിവോൾട്ടിന്റെ കൊടിമരം. ചെങ്കടലിന്റെ തീരമാണിത്. ജോർദാന്റെ മനോഹരമായ ഒരു റിസോർട്ടാണ് ഈ തീരഭാഗം. നീലത്തടാകം പോലെ അതിമനോഹരമായി കിടക്കുന്ന കടൽ. അതിൽ ചെറുബോട്ടുകൾ മുതൽ വലിയ ചരക്ക് കപ്പലുകൾ വരെ വിശ്രമിക്കുന്നു. ചെങ്കടൽ എന്ന പേര് കേൾക്കുമ്പോൾ ചുവന്ന കടലാണതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ട്രൈക്കോഡെസ്പിയം എരിത്രയം എന്ന ബാക്ടീരിയ കോളനികളുടെ ആധിക്യം മൂലം ചില കാലങ്ങളിൽ കടലിൽ ചുവപ്പ് നിറം കാണാറുണ്ട്. അതാണ് ഈ കടലിന് ചെങ്കടൽ എന്ന പേര് വരാനുള്ള കാരണം. ജോർദാന്റെ ഏക കടൽത്തീര പ്രദേശമാണ് അഖ്ബ. അതുകൊണ്ട് തന്നെ ബീച്ച് റിസോർട്ടുകളും ഹോട്ടലുകളുമെല്ലാം കേന്ദ്രീകൃതമായിരിക്കുന്നത് ഇവിടെയാണ്. ജോർദാന്റെ മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും കടലിൽ കുളിക്കാനും നീന്താനുമൊക്കെ എത്തുന്നത് അഖ്ബയിലാണ്. കുടുംബസമേതം ഉല്ലസിക്കാവുന്ന മനോഹരമായ ഒരു ബീച്ച് തന്നെയാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെങ്കടൽ വേമ്പനാട്ട് കായലിനേക്കാൾ ചെറിയൊരു ജലാശയമാണെന്ന് തോന്നും. മറുകരയിൽ ഇസ്രായേലാണ്. അവിടുത്തെ മരുക്കുന്നുകളുടെ നിറഭേദവും തീരത്തെ എയ്ലാത്ത് എന്ന റിസോർട്ട് പട്ടണവുമൊക്കെ ഇവിടെ നിന്നുള്ള കാഴ്ച. ഇങ്ങേക്കരയിൽ ജോർദാന്റെ കെട്ടിടനിരകൾ. സ്റ്റാർ റിസോർട്ടുകളും ഹോട്ടലുകളും ഉല്ലാസ കേന്ദ്രങ്ങളുമൊക്കെയായി വലിയൊരു പട്ടണം തന്നെയാണ് അഖ്ബ. ഏറെ പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് അഖ്ബ. ചെങ്കടലിലെ തുറമുഖം, മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള കവാടം എന്ന നിലയിലൊക്കെ ജോർദാന് ഈ നഗരം വളരെ പ്രധാനപ്പെട്ടതുതന്നെ. ഇവിടെ വലിയൊരു തുറമുഖമുണ്ട്. കണ്ടെയ്നർ ഷിപ്പുകളും ഫോസ്ഫേറ്റും പൊട്ടാഷും ഒക്കെ കയറ്റിപ്പോകാൻ കാത്തുകിടക്കുന്ന കൂറ്റൻ ചരക്ക് കപ്പലുകളുമെല്ലാം എപ്പോഴും അവിടെ കാണാം. ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകളും അവിടെ ഉണ്ടാവും. ഫോസ്ഫേറ്റ് ഖനനത്തിൽ ജോർദാനെ സഹായിക്കുന്ന ഒരു പ്രധാന രാജ്യം ഇന്ത്യയാണ്. ഫോസ്ഫേറ്റ് വാങ്ങുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ഇന്ത്യ തന്നെ. വളരെ ചെറിയൊരു കടൽ തീരമുള്ള രാജ്യമാണ് ജോർദാൻ. ചെങ്കടൽ തീരത്ത് 18 കിലോമീറ്ററിൽ മാത്രമേ ഈ രാജ്യത്തിന് അവകാശമുള്ളൂ. അതുതന്നെ 1965 ഹുസൈൻ രാജാവ് സൗദി അറേബ്യയുമായുള്ള ഒരു കരാറിലൂടെ വികസിപ്പിച്ചെടുത്തതാണ്. അന്ന് ചെങ്കടലിന് 12 കിലോമീറ്റർ വരുന്ന തീരഭാഗം സൗദി ജോർദാന് നൽകി. പകരം 6000 സ്ക്വയർ കിലോമീറ്റർ ജോർദാനിയൻ മരുഭൂമി അവർ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ ആ കച്ചവടത്തിലൂടെ ജോർദാന് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. തങ്ങളുടെ തുറമുഖവും ടൂറിസം മേഖലയെയും വികസിപ്പിക്കാൻ അവർ ആ അവസരം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. തീരത്ത് ചെലവഴിക്കാൻ എൻ്റെ ഡ്രൈവർ ഹാബിസ് അനുവദിച്ചിരിക്കുന്ന സമയം തീരാറായിരിക്കുന്നു. അതിനാൽ ബീച്ചിൽ നിന്നും പാതയോരത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. അൽ ഷറീഫ് ഹുസൈൻ ബിൻ അലി മോസ്ക്. 1975 നിർമ്മിച്ച പള്ളിയാണ്. ഹാബിസ് പള്ളിയുടെ മുന്നിൽ കാത്തുനിൽപ്പുണ്ട്. മോസ്കിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനാവില്ല. അറബ് ഇസ്ലാമിക് രീതിയിൽ 2011 പുതുക്കിപ്പണിതതാണ് ആരാധനാലയം. ബിൻ അലി മോസ്കിനടുത്തുനിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. ഈന്തപ്പനകൾ നട്ടുവളർത്തി സുന്ദരമാക്കിയ തീരഭാഗം. പബ്ലിക് ബീച്ചാണ് ഇവിടമെല്ലാം. എന്നാൽ റിസോർട്ടുകളോടനുബന്ധിച്ച് പ്രൈവറ്റ് ബീച്ചുകളുമുണ്ട്. റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുണ്ടാവൂ. അഖ്ബയെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി വളർത്തിയെടുക്കാൻ ജോർദാൻ ഗവൺമെന്റും അഖ്ബ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അതോറിറ്റിയും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണിപ്പോൾ. അതിനുവേണ്ടി കടൽത്തീരം മാത്രമല്ല, നഗരമൊന്നാകെ സൗന്ദര്യവൽക്കരിക്കുകയാണ്. എങ്കിലും അഖ്ബയുടെ പല ഭാഗങ്ങളും ഒരു സാധാരണ അറബി പട്ടണം പോലെ തന്നെയാണ് നിലകൊള്ളുന്നത്. സാധാരണക്കാരുടെ കടകൾ, ചെറിയ മാർക്കറ്റുകൾ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ എന്നിവയൊക്കെ വഴിയരികിൽ കാണാം. പട്ടണത്തിലെ അധികം തിരക്കില്ലാത്ത ഒരു ഭാഗത്ത് ഹാബിസ് കാർ കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ ഒരു കോട്ടയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ മാംലൂക്ക് സുൽത്താൻ ഖാൻസെ അൽ ഖോറി സ്ഥാപിച്ച ദുർഗമാണ്. അഖ്ബ കാസിൽ എന്ന് ഇതറിയപ്പെടുന്നു. തകർന്നടിഞ്ഞ കോട്ടയിൽ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ചരിത്രസ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ തെല്ലുവിമുഖരാണെന്ന് തോന്നും. പെട്രയിൽ കണ്ടതുപോലെ വിദേശ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഇവിടെയൊന്നുമില്ലെന്നതും ശ്രദ്ധേയമാണ്.
2 ദിനാറിന്റെ ടിക്കറ്റ് എടുത്ത് ഞാൻ കാസിലേക്ക് കയറി. സാൻഡ്സ്റ്റോണിൽ മാംലൂക്ക് ശൈലിയിൽ നിർമ്മിച്ച ദുർഗം. 4 നൂറ്റാണ്ടുകാലം സജീവമായിരുന്ന കോട്ടയാണിത്. ഐല എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന അക്ബയിൽ ആധിപത്യം സ്ഥാപിച്ച മാംലൂക്കുകൾ ഇവിടെ ഇരുന്നാണ് ചെങ്കടലിലൂടെയുള്ള വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്നത്. ചുമരിൽ പഴയ ചില ലിഖിതങ്ങളൊക്കെ കാണാം. ഈ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാസിൽ അടച്ചിടാൻ പുതിയ കാലത്തെ സംവിധാനം പാഴ്മര പലക കൊണ്ടുള്ള ഈ വാതിലാണ്. സാമാന്യം വലിയ കാസിലാണ്. അകത്തും തകർന്നടിഞ്ഞ കുറെ ഭിത്തികൾ മാത്രമേ കാണാനുള്ളൂ. മാംലൂക്കുകൾക്ക് ശേഷം അക്ബയിൽ ആധിപത്യമുറപ്പിച്ച ഒട്ടോമൻ തുർക്കികളും പ്രാദേശിക ഭരണകേന്ദ്രമായി ഉപയോഗിച്ചത് ഈ കാസിലിനെ ആയിരുന്നു. ആകാശം മുട്ടെ അറബ് റിവോൾട്ടിന്റെ പതാക ഉയർന്നു നിൽക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ കുടിമരമാണിത്. ബ്രിട്ടീഷ് സഹായത്തോടെയുള്ള അറബ് റിവോൾട്ടിനെ തുടർന്ന് തുർക്കികൾ പരാജിതരായി ഈ കോട്ടയിൽ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. ഒരു സന്ദർശകൻ പോലുമില്ല. കാഴ്ചകളെ വിവരിച്ചു തരാൻ ഗൈഡുമാരില്ല. കാസിലിലെ ഓരോ ഭാഗങ്ങളും എന്തായിരുന്നെന്നുള്ള സൂചനാ ബോർഡുകളില്ല. പല കാലങ്ങളിൽ നടന്ന കൂട്ടിച്ചേർക്കലുകളും സൗന്ദര്യവൽക്കരണവുമൊക്കെ കാസിലിന്റെ ഓരോ കോണിലും കണ്ടറിയാം. ഈജിപ്തിന്റെയും സിറിയയുടെയും സുൽത്താനായിരുന്ന സലാഡിൻ 1187 അക്ബ പ്രദേശം പിടിച്ചടക്കുന്നത്. 1250 മാംലൂക്കുകൾ അക്ബയുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കി. ചെങ്കടലിലെ ഒരു തുറമുഖ പട്ടണമായി അക്ബയെ വളർത്തിയത് മാംലൂക്കുകളാണ്. 14-ാം നൂറ്റാണ്ടിൽ അവർ കടൽ തീരത്തുനിന്നും അല്പം മാറി കുന്നിൻ മുകളിൽ ഈ കാസിൽ നിർമ്മിച്ചു. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മാംലൂക്ക് രാജവംശം അസ്തമിക്കുകയും ആധിപത്യത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വരികയും ചെയ്തു. അക്കാലത്തും അക്ബ ഒരു ചെറിയ മുക്കുവ ഗ്രാമം പോലെയായിരുന്നു. ഈ കോട്ടയിൽ വാസമുറപ്പിച്ച ഒട്ടോമൻ രാജപ്രതിനിധികൾ അക്ബയെ വലിയൊരു തുറമുഖ പട്ടണമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ദമാസ്കസിനെയും മെക്കയെയും ബന്ധിപ്പിക്കുന്ന ഹിജാസ് റെയിൽവേയുടെ വരവോടെ അക്ബയും ഈ കോട്ടയും വലിയ പ്രതാപത്തിൽ ഉയരുകയും ചെയ്തു. 1916 അറബി ഗറില്ലകളുടെ ഒട്ടകപ്പട ഈ കോട്ട ആക്രമിച്ചു പിടിച്ചതോടെ ഒട്ടോമൻ ആധിപത്യത്തിന്റെയും അക്ബ കാസിലിന്റെയും പ്രതാപം അസ്തമിക്കുകയായിരുന്നു. ചെറിയ ഇടവഴികളും വാതിലുകളുമെല്ലാം കടന്ന് ഞാൻ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. സന്ദർശകരൊന്നും ഇല്ലാത്തതിനാൽ ആകെ ബോറടിച്ചു നിൽക്കുകയാണ് കാവൽക്കാരൻ പയ്യനെന്ന് തോന്നി. കാസിലിന്റെ ചുറ്റുമതിലിന് പുറത്തുപോലുമില്ല വലിയ ആളനക്കം. കടൽത്തീരം വരെ നീണ്ടുകിടക്കുന്ന പാതയാണിത്. കാസിലിന്റെ ഒരു കോണിൽ വിസിറ്റേഴ്സ് സെന്ററൊക്കെയുണ്ട്. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. പൗരാണിക ഭാവത്തോടെ ഇതൊക്കെ നിലനിർത്തുന്നു. എന്നോ തകർന്നടിഞ്ഞ കാസിൽ ഭാഗങ്ങൾ അടുത്ത കാലത്ത് ഈ വിധം പുനർനിർമ്മിച്ചതാണ്. കാസിൽ സജീവമായിരുന്ന കാലത്ത് ഭരണവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഭാഗമാണിത്. ഒരു നടുമുറ്റത്തിനു ചുറ്റും കുറേ മുറികൾ, വലിയ കൽപ്പാളികൾ പതിച്ച മുറ്റം. ഇവിടെ വലിയൊരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. അതിലൂടെ എത്തുന്നത് മറ്റൊരു മുറ്റത്തേക്കാണ്. ഒട്ടോമൻ ഭരണകാലത്ത് പട്ടാള പരേഡുകൾ നടന്നിരുന്ന മുറ്റമാണിത്. മുറ്റത്തിന്റെ മധ്യത്തിലാണ് അക്ബ ഫ്ലാഗ് പോൾ. ഞാൻ അതിൻ്റെ അരികിലേക്ക് നടന്നു. വലിയൊരു മുറിയുടെ വ്യാസമുണ്ട് അതിൻ്റെ അടിഭാഗത്തിന്. അതിനു മേലെ 4 നിറങ്ങളുള്ള അറേബ്യൻ റിവോൾട്ട് പതാക ഉയർന്നു പറക്കുന്നു. 30 മീറ്റർ വീതിയും 60 മീറ്റർ നീളവുമുള്ള പോളിസ്റ്റർ പതാക. 35 നിലയുള്ള ഒരു കെട്ടിടത്തേക്കാൾ ഉയരമുണ്ട് ഈ കൊടിമരത്തിന്. കൃത്യമായി 130 മീറ്റർ. പതാകയുടെ നിഴൽ മുറ്റത്തിന്റെ വലിയൊരു ഭാഗത്തേക്ക് നീളുന്നു. ഇസ്രായേൽ, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഈ പതാക കാണാം. 172 ടൺ ഉരുക്കുകൊണ്ടാണ് കൊടിമരത്തിന്റെ നിർമ്മാണം. അക്ബ കാസിലിനോട് ചേർന്ന് ഒട്ടോമൻ ഭരണകാലത്താണ് ഈ മുറ്റം ഈ വിധം വിപുലപ്പെടുത്തിയത്. അന്ന് ഒട്ടോമൻ സൈന്യത്തിലെ ഒരു വിഭാഗം
എന്നും ഇവിടെ ജാഗരൂകരായി ക്യാമ്പ് ചെയ്തിരുന്നു. ചെങ്കടലിൽ ഉല്ലാസബോട്ടുകളും ചരക്ക് കപ്പലുകളുമെല്ലാം കിടക്കുന്നുണ്ട്. അതിനപ്പുറം ഇസ്രായേലിന്റെ ഐലാത്ത് പട്ടണമാണ്. ചെങ്കടൽ തീരത്ത് വളരുന്ന ജോർദാന്റെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇക്കാണുന്നത്. ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് അവയിൽ ഏറെയും. ഒരു ഭാഗത്ത് അല്പം മുൻപ് ഞാൻ നടന്ന ബീച്ച്. ജനം കുറവാണെങ്കിലും ജലക്കേളികൾ നടക്കുന്നുണ്ട് അവിടെ. അഗ്ബ പോർട്ട് ബിൽഡിങ്ങുകളും ക്രെയിനുകളുമൊക്കെ മറ്റൊരു ഭാഗത്ത്. കൂറ്റിനൊരു ചരക്ക് കപ്പൽ അവിടെ കാത്തുകിടപ്പുണ്ട്. ആകെയുള്ള കടൽ തീരത്തിന്റെ നല്ലൊരു ഭാഗവും തുറമുഖത്തിനു വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ് ജോർദാൻ. അഗ്ബ പോർട്ട് കോർപ്പറേഷനാണ് അതിന്റെ നിയന്ത്രണം. അഗ്ബ കാസിലിന് മുന്നിൽ ഇനി അധിക നേരം ചെലവഴിക്കുന്നില്ല. തിരികെ പാർക്കിങ്ങിലേക്ക് എത്തുമ്പോൾ കാർ തിരിച്ചിട്ട് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ഹാബിസ്. ചിരിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഓരോയിടത്തും ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഹാബിസിന് ഇഷ്ടമല്ല. പലപ്പോഴും അദ്ദേഹം അസ്വസ്ഥനാവും. എൻ്റെ ജോലിയെക്കുറിച്ച് ടൂർ കമ്പനിയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഹാബിസിന് സംഗതി പിടികിട്ടിയിട്ടില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുമുണ്ട്. ഇതൊക്കെ അഗ്ബയുടെ സാധാരണ തെരുവുകളാണ്. ധാരാളം കച്ചവട സ്ഥാപനങ്ങളുള്ള വാണിജ്യ തെരുവുകൾ. ഇവിടെ ഈ നഗരത്തിന്റെ സാധാരണ ജീവിതം പുലരുന്നു. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. അൽ ഷെരീഫ് ഹുസൈൻ ബിൻ അലി മോസ്കിനരികിലൂടെ ഒരിക്കൽ കൂടി കടന്നു പോവുകയാണ്. അറബികളുടെ നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച ആളായാണ് പ്രിൻസ് ഓഫ് മെക്ക എന്ന വിശേഷണമുണ്ടായിരുന്ന ബിൻ അലി അറിയപ്പെട്ടിരുന്നത്. അഗ്ബയുടെ നഗരഭരണ കാര്യാലയമാണ് വലതുവശത്ത്. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉൾപ്പെടെ ആ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നഗരഭരണ കാര്യാലയത്തിന്റെ കെട്ടിട സമുച്ചയം കടന്ന് യാത്ര തുടരുമ്പോൾ ചില മാളുകളൊക്കെ കാഴ്ചയിലേക്കെത്തുന്നു. പുതിയ കാലത്ത് നിലവിൽ വന്നവയാണ് അവയിൽ ഏറെയും. തെക്കൻ ജോർദാനിലുള്ള ആളുകളുടെ ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ് അഗ്ബ. ഇതുപോലെ വലിയൊരു പട്ടണം അടുത്ത മേഖലയിലെങ്ങും വേറെയില്ല. വാദിറം തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ എത്തുന്നവരുടെയും ഒരു ഇടത്താവളമാണ് അഗ്ബ. ഗൾഫ് ഓഫ് അഗ്ബയിലെ ഏറ്റവും വലിയ പട്ടണവുമാണിത്. ഈ പട്ടണവും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങളും ഉൾപ്പെടെ 375 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം ഇപ്പോൾ അഗ്ബ ഓട്ടോണമസ് അതോറിറ്റിയുടെ ഭരണത്തിന് കീഴിലാണ്. രാജ്യത്തിന്റെ ഏക തുറമുഖമുള്ള നഗരമാകുമ്പോൾ തന്നെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും ഇവിടെയുണ്ട്. ഈജിപ്ത്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്ക് ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന വിദേശികളും താൽക്കാലിക താവളമാക്കുന്ന പട്ടണമാണ് അഗ്ബ. ഇവിടെ നിന്നും റോഡ് മാർഗം സൗദി അറേബ്യയിലേക്കും പോകാം. ഇതെല്ലാം ജോർദാനിലെ തന്ത്രപ്രധാനമായ ഒരു പട്ടണമായി അഗ്ബ മാറുന്നതിന് കാരണമായിട്ടുണ്ട്. തുറമുഖത്തെയും ടൂറിസത്തെയും അവലംബിച്ചാണ് അഗ്ബയുടെ വളർച്ച.
ജോർദാന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയേക്കാൾ ഉയർന്ന തോതിലാണ് അഗ്ബയുടെ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച. അഗ്ബ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോണായി മാറിയതോടെ പുതിയ വൻകിട റിസോർട്ടുകളും ഹൗസിംഗ് പ്രോജക്റ്റുകളും വമ്പൻ മാളുകളുമെല്ലാം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജോർദാനികൾക്കും വിദേശ പൗരന്മാർക്കും ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സുഖവാസ സൗകര്യങ്ങൾ ഒരുക്കുന്ന താലാബെ, സരയ അൽ അഗ്ബ എന്നീ വൻകിട പ്രോജക്റ്റുകൾ ഇവിടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2001 അഗ്ബയെ സ്പെഷ്യൽ ഇക്കണോമിക് സോണായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ പട്ടണത്തിൽ വ്യാവസായിക വാണിജ്യ രംഗങ്ങളിൽ $20 ബില്യൺ നിക്ഷേപം നടന്നിട്ടുണ്ട്. ആ വളർച്ച ഈ യാത്രയിലും കണ്ടറിയാവുന്നതാണ്. അഗ്ബ നഗരം മരുഭൂമിയുടെ കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പുതിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും വ്യാപാര കേന്ദ്രങ്ങളുമെല്ലാം ഇവിടെയെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഹൈവേകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെന്നതാണ് മറ്റൊരു കാര്യം. നഗരത്തിലേക്ക് വരാനും തിരികെ പോകാനും തടസ്സങ്ങളോ ട്രാഫിക് കുരുക്കുകളോ ഇല്ലാത്ത 6 വരി പാതകൾ. പാതകൾക്കോ പുതിയ വൻകിട പ്രോജക്റ്റുകൾക്കോ വേണ്ടി ഭൂമി ലഭിക്കാത്ത പ്രശ്നം ഇവിടെയില്ല. കാരണം വിശാലമായ മരുഭൂമിയാണല്ലോ കിടക്കുന്നത്. ചാവുകടലിന് തീരമാണ് ഇനി എൻ്റെ ലക്ഷ്യസ്ഥാനം. ഡെസേർട്ട് ഹൈവേയിൽ നിന്നും ഇവിടെ വച്ച് തിരിഞ്ഞ് ചാവുകടലിന് തീരത്തേക്കുള്ള പാതയിലൂടെയാണ് പോകുന്നത്. ഹൈവേ നമ്പർ 65 എന്നറിയപ്പെടുന്ന ഈ പാതയ്ക്ക് ഡെഡ് സീ ഹൈവേ എന്നും പേരുണ്ട്. അഗ്ബയിൽ നിന്ന് 230 കിലോമീറ്റർ അകലെയാണ് ചാവുകടൽ. ചാവുകടൽ എന്നത് അത്യത്ഭുതങ്ങളുടെ ഒരു ജലാശയമാണ്. മരുഭൂമിക്ക് നടുവിലൂടെയുള്ള പാത. ഇവിടെയൊക്കെ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇസ്രായേലിലെത്തും. ഇസ്രായേൽ അതിർത്തിക്ക് സമാന്തരമായാണ് ഡെഡ് സീ ഹൈവേ പോകുന്നത്. വലതുവശത്ത് കാണുന്നതെല്ലാം പട്ടണത്തിന്റെ പുതിയ ഭാഗങ്ങൾ വികസിച്ചു വരുന്നതാണ്. പ്രധാന പട്ടണഭാഗത്തു നിന്നും അല്പം അകലം പാലിച്ചാണ് ഇപ്പോൾ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്ബയിൽ നിന്ന് പുറപ്പെട്ട് ജോർദാന്റെ വടക്കേ അതിരിലുള്ള ഇർബിത് വരെ പോകുന്ന ഹൈവേ. അതിലൂടെ ഹാബീസ് കാർ പറത്തിവിടുകയാണ്. ഇടതുവശത്ത് അക്കാണുന്ന മലഞ്ചെരിവുകളെല്ലാം ഇസ്രായേലാണ്. ചെങ്കടൽ തീരത്തെ പട്ടണമായ എയ്ലാത്തിന്റെ ജനവാസ പ്രദേശങ്ങൾ. ഇടതുവശത്ത് കാണുന്നത് അഗ്ബയിലെ വിമാനത്താവളത്തിന്റെ ഭാഗങ്ങളാണ്. കിങ് ഹുസൈൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിൽ നിന്നും 25 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു 3 രാജ്യങ്ങൾ ഉണ്ടെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈജിപ്തും സൗദി അറേബ്യയും ഇസ്രായേലുമാണത്. വലതുഭാഗത്ത് കുറെ നീളൻ കെട്ടിടങ്ങൾ കാണാം. ഗോഡൌണുകളോ ഫാക്ടറികളോ പോലെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് അവയങ്ങനെ നിലകൊള്ളുന്നു. സ്പെഷ്യൽ ഇക്കണോമിക് സോണുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അവിടെ പല പല ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്ഥാപനങ്ങളും ഗോഡൌണുകളും പ്രോസസ്സിംഗ് യൂണിറ്റുകളുമെല്ലാമുണ്ട്. അഗ്ബ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നാണ് അവിടം അറിയപ്പെടുന്നത്. കിങ് ഹുസൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗങ്ങൾ ഇവിടെ നിന്നും കാണാം. നേർത്ത വര പോലെ ഒരു പച്ചപ്പ് അങ്ങ് ദൂരെ കാണുന്നുണ്ട്. അതിനപ്പുറം ഇസ്രായേലാണ്. മരുഭൂമിയുടെ വിശാലതയ്ക്ക് നടുവിലാണ് എയർപോർട്ട്. അതിന്റെ തൊട്ടപ്പുറം മുതൽ ഇസ്രായേലിന്റെ ഭൂമി തുടങ്ങുന്നു. എയർപോർട്ടിൽ അങ്ങിങ്ങ് ചില വിമാനങ്ങൾ കിടക്കുന്നു. ഇവിടെ കൂറ്റൻ മലനിരകളാണ് കാഴ്ചയിൽ. പെട്ര ഉൾപ്പെടുന്ന പർവ്വതനിരയുടെ ഒരു ഭാഗം തന്നെയാണത്. ഹൈവേയിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടെ ഇത്തരം വാച്ച് ടവറുകൾ കൺമുന്നിലെത്തുന്നു. ഒരു പ്രയോജനവും ആർക്കുമില്ലെന്ന് തോന്നുന്ന വരണ്ട മരുഭൂമിയാണിത്. ഈ മരുഭൂമിക്ക് വേണ്ടി 1994 വരെ ജോർദാനുമായി ഇസ്രായേൽ തർക്കത്തിലായിരുന്നു. ഒരു കാലത്ത് അതിരൂക്ഷമായ അതിർത്തി തർക്കങ്ങളാണ് ജോർദാനും ഇസ്രായേലും തമ്മിൽ നിലനിന്നിരുന്നത്. ജോർദാൻ യാർമുക് നദികളിലെ വെള്ളം പങ്കുവെക്കുന്നത് സംബന്ധിച്ച തർക്കം ഇതിനോട് ചേർന്നപ്പോൾ മേഖലയാകെ സംഘർഷത്തിലായി. 1948 തുടങ്ങിയ തർക്കമായിരുന്നു അതിർത്തി സംബന്ധിച്ചുള്ളത്. ഈയൊരു വൈരം കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് 1967 6 യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഈജിപ്തിനും സിറിയയ്ക്കുമൊപ്പം ജോർദാനും പങ്കുചേർന്നത്. ഡെഡ് സീ കണ്ട ശേഷം ഇന്നു തന്നെ അമ്മാനിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം. അത്രയും ദൈർഘ്യമുള്ള ഈ യാത്ര വിരസമാണെന്ന് തോന്നുമെങ്കിലും പ്രകൃതിയുടെ വ്യത്യസ്തമായൊരു മുഖമാണ് ഇവിടെ കാണുന്നത്. ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന മരുഭൂമി, വരണ്ട മലനിരകൾ, പലയിടത്തും ഒറ്റപ്പെട്ട ഗ്രാമങ്ങൾ.
ഈന്തപ്പനകൾ വളരുന്ന കൃഷിയിടങ്ങൾ. ഒട്ടൊരു വിരസമായ മരുഭൂമിയുടെ ആവർത്തന കാഴ്ചകൾ കുറേയൊന്നും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഈ നരച്ച ഭൂമിക്കു വേണ്ടി 46 വർഷം നീണ്ട ജോർദാൻ ഇസ്രായേൽ തർക്കത്തിന്റെ ശുഭപര്യവസാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. 1994 ഒക്ടോബർ 26 ആ സമാധാന കരാർ നിലവിൽ വന്നത്. ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിലെ അരാവ താഴ്വരയിൽ വെച്ചായിരുന്നു ആ ചടങ്ങ്. അതിന് സാക്ഷ്യം വഹിക്കാൻ അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ തന്നെ നേരിട്ടെത്തുകയും ചെയ്തു. ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു അത്. നിരവധി പട്ടാള ക്യാമ്പുകൾ ഉണ്ടിവിടെ. ഇക്കാണുന്നതൊക്കെ പട്ടാള ക്യാമ്പുകളാണ്, ജോർദാന്റെ ക്യാമ്പുകൾ. അതിർത്തിയിൽ സംഘർഷമൊന്നുമില്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും ഇവിടെ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. അമ്മാനിലേക്ക് ഇനിയും 280 കിലോമീറ്ററെന്ന് സൂചനാ ബോർഡ്. മരുഭൂമിയിൽ പലയിടത്തും ഒട്ടകങ്ങളുടെ വലിയ സംഘങ്ങൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ബെതുക്കളുടെ ഒട്ടകക്കൂട്ടങ്ങൾ. മലയുടെ ചുവട്ടിൽ വരെ പരന്നുകിടക്കുന്ന ചുട്ടുപഴുത്ത മണൽക്കാട്. കാർ ഒരു ചെറുഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരം നിരവധി ഗ്രാമങ്ങൾ ഈ യാത്രയിൽ പിന്നിട്ടു കഴിഞ്ഞു. പാതയിൽ മരുഭൂമിയിലെ ഖനിജങ്ങളുമായി നിരന്നുകിടക്കുന്ന ട്രക്കുകൾ കണ്ടിരുന്നു. 120 കിലോമീറ്റർ വേഗത്തിലാണ് ഹാബിസ് കാർ പറത്തുന്നത്. ചാവുകടൽ എന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ അരികിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങുന്നവർക്ക് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന ചാവുകടൽ. അതിന്റെ വിസ്മയങ്ങൾ കാണണം, അനുഭവിക്കണം, ക്യാമറയിൽ പകർത്തണം.